നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നക്ഷത്രഫലമാണ് പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഫലം. ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്. പലരും പറയുന്നത് പല പല രീതിയിലാണ്. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്? എന്നാൽ പറയുന്നതെല്ലാം ശരി തന്നെയാണ്. ഒരു നക്ഷത്രഫലം, ഒരു വർഷത്തെ നക്ഷത്രഫലം പറയാൻ 1-2 മണിക്കൂറുകൾ വേണ്ടി വരും. അതിനെ വളരെ ലഘുവായി ചുരുക്കി 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതിൽ കൂടുതലായും ഞാൻ പ്രേക്ഷകർക്കായി പറയുന്നത് നിങ്ങളുടെ ദോഷങ്ങളാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. എന്നാൽ വരാനിരിക്കുന്ന ഒരു ദോഷങ്ങൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് അറിയുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യുകയും അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോഴേക്കും ഗുണഫലങ്ങളും ഏറെക്കുറെ പറയുന്നു, അതിനോടൊപ്പം തന്നെ ദോഷഫലങ്ങളും പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ആ ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്തു പോവുക. എന്നാൽ മാത്രമേ കൃത്യമായും നമ്മൾ പറയുന്ന ആ ഒരു ഗുണഫലങ്ങൾ, അതായത് ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ ജാതക സംബന്ധമായ സംശയങ്ങൾക്കും വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തിരിച്ച് വോയിസ് മെസ്സേജ് വഴി തന്നെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുഫലത്തിൽ ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് വിജയം ഈ ഒരു വർഷം ലഭിക്കുക തന്നെ ചെയ്യും. ഉപരിപഠനത്തിന് വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുകയും പഠിക്കുവാനും അതിൽ വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും അവരുമായി കഴിയുവാനും അല്ലെങ്കിൽ അവരുമായി നിങ്ങൾക്ക് സംസാരിക്കുവാനും അവരുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നിങ്ങളുടെ ആ ഒരു ദുഃഖങ്ങളും സന്തോഷങ്ങളും അവരുമായി പങ്കുവയ്ക്കുവാനും അവരിൽ നിന്നും ഒരുപാട് ഉപദേശങ്ങൾ കിട്ടുക അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർ മാറ്റിത്തരിക, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. വസ്തുതർക്കത്താൽ കഴിയുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ